നാസിയ ഫാത്തിമയുമായുള്ള ഒരു അഭിമുഖം കാണാം ഗാവ ടോക്കിൽ. അറേബ്യൻ കാഴ്ചകളുടെ ഗാവ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. വളർന്നു വരുന്ന പുതിയ പുതിയ കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ അറേബ്യൻ കാഴ്ചകൾ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് റിയാദിൽ വളർന്നു വരുന്ന പുതിയൊരു ഗായിക നൈസിയ ഫാത്തിമ. അറേബ്യൻ കാഴ്ചകളിലേക്ക് നൈസിയയ്ക്ക് ഹാർദവമായ സ്വാഗതം. വലിയൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല, കാരണം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറച്ച് സ്റ്റേജുകളിലായിട്ട് നൈസിയ ഇങ്ങനെ ഓരോരോ സ്റ്റേജുകൾ കയറി വരുന്നുണ്ട്. എന്താണ് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ള ഒന്നാമത്തെ കാര്യം? നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് പ്രോഗ്രാമിനെ പുതിയ പുതിയ പാട്ടുകാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് തോന്നാറുണ്ട്? നൈസിയെ വിളിക്കാത്തതിൽ വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല, നല്ല പ്രോഗ്രാമാണ്. കുറെ അറേബ്യൻ പട്ടണങ്ങളിലുള്ള കുറെ ആൾക്കാരെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ ഇപ്പോ കുറച്ച് സ്റ്റേജുകളായിട്ട് കയറുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനുള്ളത് ആയിട്ടില്ല. പക്ഷെ ഞാൻ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ രാജാ സാഹിബ് വന്നൊരു പ്രോഗ്രാമിന് രാജാ സാഹിബ് വന്നിട്ട് ഇവിടുന്ന് ഓഡിയൻസിൽ ആരാണ് ആദ്യം പാടാൻ വരിക എന്റെ ഒപ്പം എന്ന് പറഞ്ഞപ്പോ ആദ്യ സ്റ്റേജിലേക്ക് ഓടി കയറിയത് മോളാണല്ലേ? അന്നേരം എന്താ തോന്നിയേ? എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു സന്തോഷം. കാരണം ഒരു വലിയ പ്രതിഭയുടെ കൂടെ പാടുക എന്നൊക്കെ വെച്ചാല് എന്തൊരു ഭാഗ്യാണെന്ന്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ ചിലവർക്ക് ഉണ്ട് അങ്ങനത്തെ കഴിവുകളൊക്കെ, പക്ഷെ അവർക്കൊന്നും ഇത്രയൊക്കെ എത്താൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ എത്തിയത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് പാട്ടിലേക്ക് കടക്കാം. എങ്ങനെയാണ് പാട്ട് പഠിക്കുന്നുണ്ടോ? ആരാണ് ട്രെയിനിങ്? എവിടെയെങ്കിലും ക്ലാസ്സസിന് പോവാറുണ്ടോ? ഇല്ല, ഞാൻ ക്ലാസ്സസിനൊന്നും പോവാറില്ല. പോണമെന്നുണ്ട്. പിന്നെ ഇല്ലിയ സാറാണ് എന്നെ കുറെ എന്റെ സ്കൂളിലെ ഒരു എന്താ മാഷാണ്. അപ്പൊ അവിടുത്തെ ആ സാറാണ് എന്നെ പ്രോഗ്രാംസിനൊന്നും വിളിക്കാറുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റേജുകളിൽ പാടുന്നുണ്ട്. അത് പാടിക്കഴിഞ്ഞപ്പോ ഉണ്ടായ ഫീഡ്ബാക്ക് എന്തായിരുന്നു? അങ്ങനെന്ന് വെച്ചാല് ഒരു സന്തോഷം. കാരണം കുറെ സ്റ്റേജുകളിൽ കയറി ഏതൊക്കെ പാട്ട് പാടി ഏതാ ദിവസം എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ഒരു ഇഷ്ടമാണ്. കാരണം ഞാൻ മദർസ സ്റ്റേജുകളിലൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്, ഇപ്പൊ കിട്ടിയതാണ്. ഫസ്റ്റ് പാടിയ പാട്ട് ഏതാണ്? ആദ്യമായിട്ട് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതായിരുന്നു? അത് ചോദിച്ചാൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഒരു എന്താ ചെറിയ കുട്ടി കേട്ടുന്നില്ലല്ലേ? ചെറിയ കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലുതായിരുന്നാണോ? അല്ല, എനിക്ക് ഒരു എന്താ ഒരു മീൻസ് 4 വയസ്സൊക്കെ ആയപ്പോ LKG ആയപ്പോ ചെറിയ പാട്ട് ഫസ്റ്റ് ഇങ്ങനെ പാടിയതാണ്. അപ്പൊ പിന്നെ എനിക്കിങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി. അതിൽ വലുതായപ്പോ ശബ്ദം കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ തുടങ്ങിയതാണ്. അതാരാ പറഞ്ഞ ശബ്ദം കുഴപ്പമില്ല, നിന്റെ പാട്ട് കൊള്ളാം, മോള് പാടിക്കോളൂ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അങ്ങനെയാണെങ്കിൽ എന്റെ റിലേറ്റീവ്സ് നാട്ടിൽ നിന്ന് വിളിക്കുമ്പോക്കെ പറയാറുണ്ട്, നല്ല എന്താ രസം ഉണ്ടായിരുന്നു, എങ്ങനെയാ നീ ഇതൊക്കെ പഠിച്ച് എടുത്തത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എന്റെ വലിയ സപ്പോർട്ട്. അപ്പൊ അതാ. വീട്ടില് ആരെങ്കിലും പാടാറുണ്ടോ? വാപ്പ? അങ്ങനെ ഇല്ല, അങ്ങനെ ആരും പാടാറൊന്നുമില്ല. എന്നാലും അവർക്ക് ഇഷ്ടം തോന്നുമ്പോ ഒരു മൂളിയുടെ പാട്ട് പാടും. അല്ലാതെ മോളിട്ട് പാടി വാപ്പ വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു പാട്ട് പാടി തരണം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സംഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടായിരുന്നല്ലോ. ചില നേരത്തൊക്കെ ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന് പറയാറുണ്ട്. കാരണം അവിടെ ഇപ്പോ എന്തും ഇല്ലാത്ത നേരത്ത് വെറുതെ ഇരിക്കുമ്പോക്കെ ചോദിക്കാറ് ഒരു പാട്ട് പാടുന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ വേറെ ഒന്നും പറയാം. നമ്മളിപ്പോ പാട്ട് പാടും എന്ന് പറയുന്നതല്ലാണ്ട് നമ്മുടെ പ്രേക്ഷകർ എന്തായാലും പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് ഒരു പാട്ട് നമുക്ക് ഫുള്ളായിട്ട് പാടി കേൾപ്പിക്കല്ലേ? ഏതാ പാടാൻ പോവാ? ഞാന് മാണിക്യാമല്ലരായ പൂവി. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം ഫസ്റ്റ്. മാണിക്യമലരായ പൂവി മഹ
മംഗളം നേർന്ന് മാണിക്യമലരായ പൂവി മഹദിയാൽ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹദിയാൽ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇത്രയും നല്ല മനോഹരമായ പാട്ട് പാടിയ നൈസിയയുടെ ഒരു ബാക്ക് ബോൺ, നൈസിയയുടെ ഉപ്പായാണ്. എന്തുകൊണ്ട് ഇപ്പോ വിശേഷം? പേര് പറയുക, എന്താണ്, എവിടെയാണ്, എന്താണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ പേര് അബ്ദുൽ നാസർ. ഞാൻ സ്ഥലം വണ്ടൂര്, മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മോള് എങ്ങനെയുണ്ട്? പാട്ട് പാടി കേട്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷമുണ്ട്. അവൾ പാടുന്നൊക്കെ ഉണ്ട്. പ്രാക്ടീസിനൊന്നും പറഞ്ഞയച്ചിട്ടില്ല, പറഞ്ഞയക്കണമെന്നൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാനും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പാട്ട് പാടാനായിട്ട്. പഠിപ്പിക്കണം. പഠിപ്പിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് കയറേണ്ട ടൈം കഴിഞ്ഞു അല്ലേ? അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, നമ്മുടെ രാജാ സാഹിബ് വന്ന സ്റ്റേജിൽ പാടിയ പാട്ട് രണ്ടുപേരും എനിക്ക് പാടിത്തരുമോ? എനിക്ക് പാടിത്തരുമെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി ഒരുപാട് വേറെ ആരും കാണണ്ട, സീക്രട്ട് ആയിട്ട് പാടി തന്നത്. ഓക്കെ. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. നെറുകയിൽ തൊട്ട് തലോടി കഥകൾ പാടിയുറക്കാൻ കുഴപ്പമില്ല, അത് സാരമില്ല. വരികളൊക്കെ മറന്നു പോണത് ടെൻഷൻ കൊണ്ട്. ഒരുപാട് ടെൻഷൻ ഉണ്ട്, നിങ്ങൾ ആ മുഖത്ത് ശരിക്കും കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നൊക്കെ സാരമില്ല. നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സ്കൂളിൽ എങ്ങനെയാണ് കുട്ടികളുടെ സപ്പോർട്ട്, ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ശരിക്കും അവർക്കെല്ലാവർക്കും മനസ്സിലായത് ഞാൻ പാട്ട് പാടുന്നു. ഞാൻ ചിൽഡ്രൻസ് ഡേക്ക് ഞാൻ ഇപ്പൊ പാടിയ മിനുങ്ങ് മിന്ന മിനുങ്ങ് പാടിയപ്പോഴാണ് അവർക്ക് ഒരു ആക്റ്റീവ്. അപ്പോൾ ഇപ്പൊ ടീച്ചർമാരൊക്കെ പറയാറുണ്ട് പാട്ട് പഠിക്കാൻ പോവാറുണ്ടോ, അങ്ങനെ പാട്ട് പഠിക്കാനൊക്കെ. അങ്ങനെ എൻ്റെ ഹിന്ദി ടീച്ചറൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളിക്കാരി അവിടേക്ക് എങ്ങോട്ട് ചെല്ലുമ്പോഴൊക്കെ പാരന്റ് ടീച്ചർ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ പാട്ട് പഠിപ്പിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പം എല്ലാവർക്കും സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അവർക്കും വളരെ സപ്പോർട്ട് ഉണ്ട് എൻ്റെ ഇതില്. പാട്ടില് മാത്രമാണോ? പഠിത്തത്തിലൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല. പഠിത്തിരിക്കണോ സീക്രട്ട്? എങ്ങനെയുണ്ട് പഠിത്തത്തിലൊക്കെ? എങ്ങനെയുണ്ട്? പഠിത്തത്തില് കുഴപ്പമില്ല. അവർക്ക് പോയി കഴിഞ്ഞ എക്സാമിലൊക്കെ A+ കിട്ടിയിരുന്നു. ഇപ്പൊ ഇതിന്റെ റിസൾട്ട് ഇപ്പൊ 25-ാം തീയതി അറിയുള്ളൂ. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് അല്ല, പഠിത്തത്തിലും എന്താണ് മോളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് അങ്ങനെയാണെങ്കിൽ കുറെ ഇതുണ്ട്. പലവരും പറയും പല ഉപകാരങ്ങളും ഉണ്ട്, പല ജോലികൾക്കും ഉണ്ട്. അപ്പോൾ ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മുടെ നോളജ് മറ്റേ ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് വലിയൊരു ഇഷ്ടമാണ് എനിക്ക്. അത് മാത്രല്ല ഇവിടെ ഇപ്പോൾ ഞാൻ ടീച്ചേഴ്സൊക്കെ ആയിട്ട് കളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടം ടീച്ചിങ് ആണ്. അപ്പോ പാട്ട് പാടുന്ന ടീച്ചറാണോ, മ്യൂസിക് ടീച്ചറാണോ, അതേ ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ടീച്ചറാണോ? അതപ്പൊ തീരുമാനിക്കാം. ഏതായിരുന്നാലും പാട്ട് കൈവിടരുത്. അതിന് ട്രെയിനിങ്ങിലേക്ക് പോകണം. നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടാലോ? ഏതാ നമുക്ക് വേണ്ടി പാടിത്തരിക? അസർമുല്ല മണം വീശും കാറ്റ്. അപ്പൊ നമുക്കത് കേട്ടേച്ച് തിരിച്ചു വരാം.
മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ ഇഷ്ടത്തേക്ക് യൂസുഫിനോട് ഇഷ്ട തിങ്ങി നിന്നില്ലേ മുഞ്ചിൽ മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ ആ തിരുദൂതനഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്ന് പിരിച്ചില്ലേ പ്രേമിക്കാതെ പോകല്ലേ എൻ പ്രേമം വിട്ടു കളയല്ലേ അസമല്ല മണം വേഷം കാത്തേ വന്ന് നിസറിന്റെ കഥ പറഞ്ഞാട്ടെ മുഖം പത്തി സുലൈഖത്തു ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി തത്സമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗതൻ കത്തിയെടുത്തില്ലേ തത്സമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗതൻ കത്തിയെടുത്തില്ലേ പൊന്നൊളി യൂസുഫ് അടുത്ത് വരുമ്പോൾ കന്യകൾ അന്താളിച്ചില്ലേ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ ആ തങ്കക്കായി മുറിഞ്ഞില്ലേ അസർമുള്ള മണം വീശും കാറ്റേ വന്ന് മിസ്റിന്റെ കഥ പറഞ്ഞാട്ടെ മുഖം പൊത്തി സുലൈഖത്തു ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി അസർമുള്ള മണം വീശും കാറ്റേ വന്ന് മിസ്റിന്റെ കഥ പറഞ്ഞാട്ടെ മുഖം പൊത്തി സുലൈഖത്തു ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. വളരെ നന്നായിരുന്നു നൈസിയ, നന്നായിട്ട് പാടി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒരു എന്താ ഒരു കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ലിയർ ആക്കണം. അതാണ് കാരണം നമ്മൾ ഈ പാട്ട് നമ്മുടെ പട്ടുമാലൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർ നമുക്കുണ്ട്. അവരെല്ലാരും ഓരോരോ പോയിന്റുകളും നമ്മുടെ ജഡ്ജസ് ഒക്കെ പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഓരോ പോയിന്റുകൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ നമ്മളിനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ, വീട്ടിലാരൊക്കെയുണ്ട്, എന്തൊക്കെയാ ചെയ്യുന്നേ? ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, പിന്നെ 2 ബ്രദേഴ്സ് ഉണ്ട്. ഉമ്മയുടെ പേര് സെലീന. 2 ഇക്കാക്കന്മാരുണ്ട്. മൂത്ത ആളുടെ പേര് മുഹമ്മദ് നിജാദ്, നാട്ടില് BCom ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ഇവിടെ ഉണ്ട്, അല്ലല്ല എന്റെ സ്കൂളിൽ തന്നെ പഠിക്കാണ്, 12th മുഹമ്മദ് നാജിഹ് എന്നാണ് പേര്. അപ്പോ ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ഒരാൾ നാട്ടിലാണ്. ആ ആളിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഓ അധികമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് കണ്ടോണ്ടിരിക്കാണ്, അയക്കാനോട് എന്താ പറയാനുള്ളത്? എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, കാരണം ഇത്രയും സ്റ്റേജിലൊക്കെ നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ട്. അപ്പൊ ഇക്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു, മോള് സ്റ്റേജുകളൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഫ്രണ്ട് സ്റ്റേജിൽ ഉണ്ടാവണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം അതിനു മുന്നേ ഞാൻ ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയൊരു കാര്യമാണ്. ഉപ്പ ഒരു നടനും കൂടെയാണ്. ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേമസ് ആയ ഒരുപാട് പേര് ഷെയർ ചെയ്ത വീഡിയോ, അതിലേക്കൊക്കെ എങ്ങനെയാണ്? അഭിനയത്തിലൊക്കെ താല്പര്യമുള്ള ഒരാളാണോ? അങ്ങനെ അഭിനയത്തിൽ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ സംശുദ്ധിന്ന് അറിയാലോ അല്ലേ, പുള്ളി പറഞ്ഞപ്പോ അങ്ങനെ ഒന്ന് അഭിനയിച്ച് നോക്കിയതാണ്. ഫസ്റ്റില് ഒരു ചെറിയ വീഡിയോ എടുത്ത് ഒരു ഓഫീസറായിട്ട് സൗദി നാട്ടിലൊന്ന് കുടുങ്ങിയ വീഡിയോ വിജയിച്ച് എല്ലാവരും കുറെ പേര് കണ്ടു, വ്യൂവേഴ്സ് കണ്ട്. അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ ഒന്ന് എടുത്ത്, അത് എന്നാലും കുഴപ്പമില്ലാന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാ എല്ലാരും നല്ലൊരു കലാപരമായ ഒരാൾ അഭിനയത്തിലേക്ക് ഒരാൾ പോയി. ഇനി മോള് പാടിയ പാട്ടിന് അഭിനയിക്കാനായിട്ട് ഉപ്പ ഉണ്ടാവുമോ? അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല. ഞാൻ പ്രായമായില്ല, ഇനിയിപ്പോ നമ്മള് പ്രായമാകുമ്പോഴേ കൂടുതൽ ചെറുപ്പാവുന്നല്ലേ? അപ്പൊ എന്തായിരുന്നല്ലേ, നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. തൽക്കാലം അറേബ്യൻ കാഴ്ചകൾ ഇവിടെ വിടവാങ്ങുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് മോൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്?
കൈരളി TV എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഇതിന്റെ മുമ്പിൽ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ബോൺ ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദിയുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷകർക്കും ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നിറഞ്ഞ മനസ്സിന് നന്ദിയുണ്ട്. അപ്പൊ നമ്മുടെ മോള് പറഞ്ഞതുപോലെ നിറഞ്ഞ സപ്പോർട്ടും നിറഞ്ഞ പ്രാർത്ഥനയും നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് തരുന്നത് പോലെ ഞങ്ങളുടെ വളർന്നു വരുന്ന പുതിയ കലാകാരന്മാർക്കും നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സോ അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ till then take care, bye bye from the whole team of Arabian കാഴ്ചകൾ. മാസ്സലാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം arabiankaizhagal@gmail.com.